വാസന ഏവ സംസാരം ഇതി സർവാ വിമുഞ്ചതാം തത്യാഗോ വാസനത്യാഗാത് സ്ഥിതിരദ്യ യഥാ തഥാ വാസന ഏവ സംസാരം ഇതി സർവാ വിമുഞ്ചതാം തത്യാഗോ വാസനാത്യാഗാത് സ്ഥിതിരദ്യ യഥാ തഥാ വാസന ഏവ സംസാരഃ ഇതി ജ്ഞാത്വാ താഹ സർവാഃ വിമുഞ്ച വാസനാത്യാഗാത് തത്യാഗഃ ഭവതി അദ്യ യഥാസ്ഥിതിഃ തഥാസ്ഥിതിഃ. വാസന ഏവ സംസാരഃ ഇതി ജ്ഞാത്വാ, വാസന തന്നെ സംസാരമെന്നറിഞ്ഞിട്ട്. വാസന മുമ്പ് പറഞ്ഞത് സംസാരം ത്യജിക്കാനാണ് പറഞ്ഞത് ഇതിനു മുമ്പത്തെ ശ്ലോകത്തിൽ. ഈ കഴിഞ്ഞ ശ്ലോകത്തിൽ ആ സംസാരം ഉളവാക്കുന്നത് ശരീരമായതുകൊണ്ട് ശരീരാദികളെ പഞ്ചഭൂതമെന്നറിയാനാണ് പറഞ്ഞത്. അപ്പം ശരീരം പഞ്ചഭൂതമാണെങ്കിൽ ആത്മാവിനെ പൃഥക്കരിച്ച് അറിയുന്നതിന് പഞ്ചഭൂത നിർമ്മിതമായിരിക്കുന്ന ഈ ശരീരവും സംസാരവും തമ്മിലുള്ള ബന്ധം എന്താണ്? ശരീരം പഞ്ചഭൂതമാണ്, സംസാരം പഞ്ചഭൂതമാണ്. സംസാരം വാസനാമയമാണ്. എന്താണ് വാസന? വാസന എന്ന് പറഞ്ഞാൽ എന്താണ്? ഭാരതീയർ വേദാന്തവിദ്യ പഠിക്കുമ്പോൾ ഉപയോഗിക്കുന്ന രണ്ട് സാങ്കേതിക ശബ്ദങ്ങളാണ്, പ്രധാനപ്പെട്ട രണ്ട് സാങ്കേതിക ശബ്ദങ്ങളാണ് വാസന, സംസ്കാരം. ഈ പദങ്ങൾ രണ്ടും ഇന്ന് തിരിച്ചറിയാതെ ഉപയോഗിക്കുന്നുണ്ട്. ഇന്ന് സംസ്കാരം എന്ന് പറഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ച് ആർഷ സംസ്കാരം അല്ലേ? അങ്ങനെ സംസ്കാരമൊന്നുമില്ല. അങ്ങനൊരു സംസ്കാരമൊന്നും ജനങ്ങൾക്കില്ല. ജീവിച്ചു പോകുമ്പോഴുള്ള സംസ്കാരം അവൻ്റെ വാസനയിലൂടെ രൂപപ്പെടുന്നതാണ്. അത് രൂപപ്പെടണമെന്നുണ്ടെങ്കിൽ അതിന് വൈദികി ചില വഴികൾ പറഞ്ഞു തന്നിട്ടുണ്ട് അത് രൂപപ്പെട്ട് കൊണ്ടുപോകാൻ. മാതാവ്, പിതാവ്, ആചാര്യൻ ഇവരുടെയൊക്കെ അനുഭവങ്ങളുണ്ട്. മാതാവിൽ നിന്നും പിതാവിൽ നിന്നുമുള്ള അനുഭവങ്ങളുമായാണ് കുഞ്ഞ് ജനിക്കുന്നത്. മാതാ പൂർവരൂപം പിതോത്തരരൂപം പ്രജാസന്ധി പ്രജനനഗും സന്ധാനം ആചാര്യാ പൂർവരൂപം അന്തേവാസ് ഉത്തരരൂപം വിദ്യാസന്ധി പ്രവചനഗും സന്ധാനം. ഇങ്ങനെ പഠിക്കും. തൈത്തരീയ ആരണ്യകം. അപ്പോൾ അവിടെ അതിനെ ആസ്പദമാക്കി കുലപതി പഠനം കഴിഞ്ഞു പോകുന്ന വിദ്യാർത്ഥിയോട് പറയും, മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ. നീ ഇന്നൊരു കാര്യം കാണുമ്പോൾ, ഇന്നൊരു വസ്തു കേൾക്കുമ്പോൾ, ഇന്നൊരു വസ്തു എടുക്കുമ്പോൾ, ഒരു വസ്തു അനുഭവിക്കുമ്പോൾ, ആ അനുഭവത്തിൻ്റെയും കേൾവിയുടെയും കാഴ്ചയുടെയും ബീജമായി നിൻ്റെ അമ്മ അതിൻ്റെ സൃഷ്ടിയിൽ കിടപ്പുണ്ട്. അത് തൊടുന്നതിന് മുമ്പ്, അത് കാണുന്നതിന് മുമ്പ്, അത് കേൾക്കുന്നതിന് മുമ്പ് നിൻ്റെ മാതൃഭാവത്തിലൂടെയാണ്
നിന്റെ കോശം അതിനെ സമീപിക്കുന്നത് എന്നറിഞ്ഞ് മാതൃസങ്കല്പങ്ങളെ നിർത്തി വേണം നീ കാണാൻ, കേൾക്കാൻ, തൊടാൻ. ഇല്ലെങ്കിൽ കാഴ്ചയുടെ മഹത്വവും അനുഭവവും നിനക്കുണ്ടാവില്ല. ഇമാജിനറി അല്ല ഞാൻ പറഞ്ഞത്. 40 വയസ്സുള്ള ഞാൻ, 50 വയസ്സുള്ള ഞാൻ, 80 വയസ്സുള്ള ഞാൻ, 70 വയസ്സുള്ള ഞാൻ, 10 വയസ്സുള്ള ഞാൻ, 5 വയസ്സുള്ള ഞാൻ, ഇങ്ങനെ അഭിമാനിക്കുന്ന ഒരു ഞാൻ നിങ്ങളിലും എന്നിലുമുണ്ട്. മനസ്സിലായില്ല? 60, 50, 40, 30 വയസ്സിൻ്റെ ദുരഭിമാനങ്ങളിൽ ഞാൻ കാണുന്നു, കേൾക്കുന്നു, സ്വതന്ത്രമായി ഞാൻ കാണും എന്നെല്ലാം അഭിമാനിക്കുന്നവനിൽ അവൻ ജനിക്കുന്നതിന് മുമ്പ് ഏതൊരു മാതാവിൻ്റെ അണ്ടമാണോ അവൻ്റെ ജനനത്തിന് കാരണമായിത്തീരുന്നത് അതിനുള്ളിലൊരറിവായി കിടക്കുകയും അന്ന് അവനിലേക്ക് രക്തവും മജ്ജയും മാംസവും രൂപാന്തരപ്പെട്ടു വരാൻ ഏകകോശത്തെ പരിണമിപ്പിക്കുന്ന അറിവായി വരുന്ന ആദിമമായ അറിവിൻ്റെ ഭാവങ്ങൾ അവൻ്റെ ആദിമ കോശങ്ങൾ അകത്തുവെച്ച് രൂപാന്തരപ്പെട്ടപ്പോൾ കിട്ടിയ ആ അറിവിൻ്റെ സംസ്കാരത്തിലാണ് ഇന്നവൻ കാണുന്നതും കേൾക്കുന്നതും. ഏത് വിദ്യ കൊണ്ടും അവന് സ്വതന്ത്രമായ കാഴ്ചയും കേൾവിയുമില്ല. മനസ്സിലായില്ല? ഇത്ര അറിഞ്ഞാൽ തന്നെ മര്യാദ ഉണ്ടാവും. ഇമാജിനറി ആയിട്ട് പറഞ്ഞതല്ല, ആരാധിക്കാൻ പറഞ്ഞതല്ല. ഒരു വസ്തു ആഹരിക്കുമ്പോഴും ഒരു വസ്തു കാണുമ്പോഴും അതിൻ്റെ മനോഹാരിത ആസ്വദിക്കുമ്പോഴും വരെ ആ മനോഹാരിത ആസ്വദിക്കാൻ പാകത്തിനുള്ള കോശങ്ങളെയും കോശാന്തരങ്ങളെയും എനിക്ക് തന്ന മാതൃഭാവത്തെ നമസ്കരിച്ച് അനുഭവിച്ചില്ലെങ്കിൽ ആ അവയവങ്ങളെല്ലാം ഇന്നല്ലെങ്കിൽ നാളെ അനുഭവ പ്രമാണങ്ങളിൽ നിന്ന് പിന്തള്ളിപ്പോവും. ഇങ്ങനൊരു വിദ്യയുണ്ട്. ഇത് കേട്ടിട്ടില്ല? ഇത് കേട്ടിട്ടില്ല? അതാ ദുഃഖം. പഠിക്കാൻ ഇതേ ഉള്ളൂ, മറ്റൊന്നും പഠിച്ചിട്ട് വലിയ കാര്യമില്ല. ചിലർ ആ മാതൃകോശങ്ങളോടാണ് പ്രാർത്ഥിക്കുന്നത്, അല്ലാതെ പുസ്തകങ്ങളോടല്ല. അതാണ് അറിവിനെ രൂപപ്പെടുത്തുന്നത്. അതിന് വാസന എന്ന് പറയും, സംസ്കാരം എന്ന് പറയും. അത് സംസ്കരിച്ചെടുത്ത വാസനയാണ്. മാതാവിൽ നിന്ന്, പിതാവിൽ നിന്ന്. എൻ്റെ ഈ കാഴ്ചയ്ക്ക് പിന്നിൽ ഒരമ്മയുണ്ട്, ഒരച്ഛനുണ്ട്, ദേവതാ സങ്കല്പങ്ങളോടുകൂടി. എൻ്റെ ഈ കാഴ്ചയ്ക്ക് പിന്നിൽ ഒരാചാര്യനുണ്ട്. അവരാണ് എൻ്റെ ബോധതലത്തിൽ സംസ്കൃതിയായി നിന്ന് എനിക്ക് വാക്കും അനുഭവങ്ങളും അറിവും തരുന്നത്. ഞാൻ മുമ്പ് ചോദിച്ച പോലെ ഈ നിശബ്ദത മനസ്സിലാകുന്നതിൻ്റെയോ ആയതിൻ്റെയാ? അങ്ങനെ ഉറച്ച് വിശ്വസിക്കാം. ശരി. കാരണം നിശബ്ദത വരുമ്പോൾ ഒരു പേടിയുണ്ട്, അല്ലാതെ പേടിക്കാനില്ല. ഒച്ചയും ബഹളവും ഉണ്ടാക്കിയാൽ പേടിക്കാനില്ല. പോരെങ്കിൽ ഇന്ന് ആധ്യാത്മികതയൊക്കെ ഒരുമാതിരി നൃത്തവും ബഹളവും ഒക്കെ ആയ കാലമാണ്. മനസ്സിലായില്ല? മനുഷ്യനീ ഒരുമാതിരി ചെറുതണം ദേഹത്ത് തട്ടിയ പോലെ തുള്ളുന്നതിനെയാണിന്ന് ആധ്യാത്മികത എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ഈ നിശബ്ദതയിലേക്ക് പോയി കഴിഞ്ഞാൽ അത് നഷ്ടപ്പെടുന്നോ എന്നെനിക്കൊരു സംശയം. നിങ്ങൾ തുള്ളുകയാണെങ്കിൽ കുഴപ്പമില്ല, അത് കിട്ടുകയാണെന്ന് വിചാരിക്കാം. അങ്ങനെയല്ലേ?
ഒരുമാതിരി പാശ്ചാത്യർ പണ്ട് ഈ ഒരല്പം മദ്യവും കഴിച്ച് പരസ്പരം കയ്യിൽ പിടിച്ച് ട്വിസ്റ്റെന്നോ അങ്ങനെയാണ്ട് പറഞ്ഞൊരു നൃത്തം ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഏതാണ്ട് അതാണ് ഇന്ന് ഇന്ത്യൻ ആധ്യാത്മികത. പാശ്ചാത്യൻ ആധ്യാത്മികതയൊന്നുമില്ലാതെ മദ്യത്തിൻ്റെ ലഹരിയിൽ ചെയ്ത സാധനം ആധ്യാത്മിക ലഹരിയിൽ ചെയ്യുന്ന പണിക്കാണ് ഇന്ന് ഇന്ത്യൻ ആധ്യാത്മികത എന്ന് ആചാര്യന്മാർ പറയുന്നത്. ശരിയല്ല. അങ്ങനെയാണ് ഇന്ന് മിക്കവാറും ഞങ്ങളൊക്കെ അങ്ങനെയാണ്. അങ്ങനെ വന്നിരിക്കുമ്പോഴാണ് നിങ്ങൾ നിശബ്ദതയിലേക്ക് പോകുന്നതെന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല. മനുഷ്യൻ തുള്ളുകയും ചാടുകയും നൃത്തം വെക്കുകയും ആലിംഗനം ചെയ്യുകയും ഒക്കെ ആണെങ്കിൽ അത് ആധ്യാത്മികത കൊണ്ടാണെന്ന് പറയാം. പകരം നിങ്ങൾ അഗാധമായ നിശബ്ദതയിലേക്ക് പോയാൽ എങ്ങനെ ഞാൻ പറയും ഇത് ആധ്യാത്മികതയാണെന്ന്? അതാണ് എന്നെ അലട്ടുന്ന പ്രശ്നം. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദിക്കുന്നത്. ഇതൊന്നും പറഞ്ഞാലും മനസ്സിലാവുന്നില്ല. ഇപ്പോൾ വാസന ഏവ സംസാര. ഇപ്പോൾ വാസന പിതാവിൽ നിന്ന് വരുന്നതുണ്ട്, മാതാവിൽ നിന്ന് വരുന്നതുണ്ട്, ആചാര്യനിൽ നിന്ന് വരുന്നതുണ്ട്, കുലത്തിൽ നിന്ന് വരുന്നതുണ്ട്. അപ്പോൾ കുലം, സംസ്കാരം ഇവയൊക്കെ അംഗീകരിച്ച് വർണ്ണാശ്രമാചാരരതന്മാരായാണ് വൈദികി ആളുകളെ ജീവിപ്പിച്ചു പോന്നത്. വൈദിക ജീവിതം അതാണ്. സ്വവർണാശ്രമ ആചാരരതന്മാരായി ആ സംസ്കാരത്തിനനുസൃതമായുള്ള വികാസത്തിലാണ് വ്യവസ്ഥാപിതങ്ങളായ സമൂഹങ്ങളുണ്ടായിരുന്നത്. ഇന്നതൊന്നുമില്ല. ഇന്ന് കിട്ടിയ വിദ്യാഭ്യാസവും കൊണ്ട് താൻ തോന്നിയായി ജീവിക്കുന്നതിനാണ് ജീവിതം എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ സംസാരം എന്നത് വാസനാമയമാണ്. എങ്ങനെയൊക്കെയുണ്ട് വാസന? സ്ഥൂല ശരീരവാസന, സൂക്ഷ്മ ശരീരവാസന, കാരണശരീരവാസന, 3 എണ്ണമുണ്ട്. എങ്ങനെയാണ് അതറിയുന്നത്? ഇന്ദ്രിയജനിത അനുഭവ ഉൽപ്പന്ന സ്ഥൂല ശരീര താതാത്മ്യം. ആ വിളക്ക് ഞാനിപ്പോൾ കണ്ടു. ആ കാണുന്ന മാത്രയിൽ എൻ്റെ ഉള്ളിൽ നിന്നൊരു ബോധം സാമാന്യമായി വന്ന് ഇതെന്ത് എന്ന് ചോദിക്കും. ഇത് എന്ന സംജ്ഞാങ്കിതമായ വിശേഷത്തെ, വിളക്ക് എന്ന ഒരറിവ് രൂപാന്തരപ്പെടുത്തി മസ്തിഷ്കത്തിൽ ആ വിളക്കിൻ്റെ ഭാവതലങ്ങൾ ഉണ്ടാക്കുമ്പോൾ എൻ്റെ മനസ്സ് വിളക്കിൻ്റെ ആകാരമായി അതിനെ എൻ്റെ മസ്തിഷ്കത്തിൽ പ്രതിഷ്ഠിക്കും. ഇപ്പം മനോവൃത്തി ജന്യമാവും. അത് കഴിഞ്ഞാൽ ആ വിളക്ക് കൊണ്ട് ഞാൻ സുഖിയോ ദുഃഖിയോ ആവും. ഇതെൻ്റെ സ്ഥൂലമായ അനുഭവം. ഇനി ഞാൻ എവിടെ പോകുമ്പോഴും ഈ വിളക്കില്ലാതെ വിളക്കിനെ തിരിച്ചറിയുന്ന ഒരു അറിവെന്നിൽ കിടക്കും. ഇന്ദ്രിയജനിത അനുഭവ ഉൽപ്പന്ന വാസന ഉത്ബുദ്ധ സൂക്ഷ്മ ശരീര താതാത്മ്യം എന്നതിനെ പറയും. സാങ്കേതിക ശബ്ദം അതാണ്, കേട്ട് വിഷമിക്കണ്ട. ഭാരതീയർ ഉപയോഗിച്ച സാങ്കേതിക ശബ്ദമൊക്കെ കേൾക്കുമ്പോഴായി വിഷമം. അത് പഠിക്കാൻ എളുപ്പത്തിന് അവർ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അത് ഓർത്തു വെച്ചാൽ എളുപ്പമാണ് പഠിക്കാൻ, അതിനെ എക്സ്പ്ലെയിൻ ചെയ്താൽ മതിയാവും. ഇന്ദ്രിയജനിത അനുഭവ ഉൽപ്പന്ന വാസന ഉത്ബുദ്ധ. ഒരാൾ നടന്നു പോകുന്നു, വേറെ ഒരാളുടെ കൈയാട്ടുന്നത് കണ്ടിട്ടുണ്ട്. അതേ കൈയാട്ടുമായാണ് മുമ്പിൽ ഒരാൾ നടക്കുന്നത്. മനസ്സിലായില്ല? ആദ്യം 25 കൊല്ലം മുമ്പ് അല്ലെങ്കിൽ 30 കൊല്ലം മുമ്പ് താൻ കണ്ട സുഹൃത്തിനെ അയാളുടെ വലത്തെ കൈ ആടുന്നതിൻ്റെ പ്രത്യേകത ഇന്ദ്രിയജനിത അനുഭവം കൊണ്ട് സ്ഥൂല ശരീരത്തിൽ താതാത്മ്യമുണ്ടാക്കി അതിൻ്റെ വാസന തൻ്റെ സൂക്ഷ്മ ശരീരത്തിൽ കിടന്ന് ഇന്ന് നടന്നു പോകുമ്പോൾ ആ വാസന ഉത്ബുദ്ധമായാൽ ഗോപാലകൃഷ്ണനാണ് നടന്നു പോകുന്നതെന്ന് മനസ്സ് തീരുമാനിച്ചു കഴിഞ്ഞു.
ഗോപാലകൃഷ്ണ വിളിച്ചു. തിരിഞ്ഞു നോക്കിയപ്പോൾ ഗോപാലകൃഷ്ണനല്ല, വേറൊരുത്തൻ. സോറി, ചമ്മലോടെയാണ് പറഞ്ഞത്. കാരണം ഗോപാലകൃഷ്ണൻ്റെ കയ്യാട്ടൽ ഗോപാലകൃഷ്ണനിൽ ചേർത്ത് തലച്ചോറിൽ വെച്ചു. മനസ്സിലായില്ല? ഇങ്ങനെയുള്ളപ്പോൾ എന്തും പ്രവർത്തിക്കാം. ഈ വാസന മനുഷ്യന് കിടക്കുന്നിടത്തോളം ബുദ്ധിമുട്ടില്ല. അതുകൊണ്ടാണ് പണ്ടൊരിക്കൽ ഈ ഇന്ദ്രിയജനിത അനുഭവോൽപ്പന്ന വാസനയുടെ ഉത്ബുദ്ധത അറിയുന്നവൻ കളിക്കും. പണ്ട് 2 പിള്ളേർ സിനിമ കാണാൻ പോയി കൂട്ടുകാരോടൊപ്പം. രണ്ടുപേരും വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. കൂട്ടുകാർ കുറച്ച് പേരുണ്ട്. അപ്പോൾ ഇവർ പോയിരുന്ന് സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിലൊരുത്തൻ മറ്റവനോട് ചോദിച്ചു, ഒരല്പം പോക്രികളാണ്. അപ്പോൾ ഒരുത്തൻ മറ്റവനോട് ചോദിച്ചു, ആ 7ാമത്തെ കസേരയിലിരിക്കുന്ന ചേട്ടൻ്റെ തലയിൽ നിനക്കൊന്ന് അടിക്കാവോ എന്ന് ചോദിച്ചു. വളരെ ഈസിയാണ്, ഇപ്പം പോയി അടിച്ചിട്ട് വരാമെന്ന്. അപ്പോൾ ഇവൻ എഴുന്നേറ്റ് നേരെ എന്ന് ആ ഗോപിക്കുട്ടൻ ചേട്ടാന്ന് പറഞ്ഞൊരു ഒറ്റ അടിയാണ്. അടി കൊണ്ടതും ഇയാളിതിന് ക്ഷമിക്കണം ചേട്ടാ, ഗോപിക്കുട്ടൻ ചേട്ടനാണെന്ന് വിചാരിച്ചു പോയി. കൂളായിട്ട് വന്നിരുന്നു. അയാളാണെങ്കിൽ ഒരു ചമ്മലോട് കൂടി സിനിമാ കൊട്ടകയുടെ ഈ സൈഡിൽ കൂടെ ഇറങ്ങി അപ്പുറത്തൂടെ വന്ന് ഈ സൈഡിൽ കൂടെ വന്ന് വേറൊരിടത്തിരുന്ന് ഇനി അവിടെ ഇരുന്നാൽ ശരിയാവില്ലെന്ന് വിചാരിച്ചായിരുന്നു. അപ്പോൾ ഈ അടുത്തിരിക്കുന്നവൻ വീണ്ടും ചോദിച്ചു, ഒന്നുകൂടെ നിനക്ക് തല്ലാവോ എന്ന് ചോദിച്ചു. വളരെ ഈസിയാണ്. ഇവൻ നേരെ തപ്പിപ്പിടിച്ച് അവിടെ ചെന്നിട്ട്, എൻ്റെ ഗോപിക്കുട്ടൻ ചേട്ടാ നിങ്ങളാണെന്ന് വിചാരിച്ച് ഞാൻ ഒരു കൊശവൻ്റെ തലയ്ക്കടിച്ചു, ഒറ്റയടി വെച്ചു. അയാൾ തീരുമാനിച്ചു പടം കാണണ്ട. തിരിച്ചു വന്നിരുന്നു. കാരണം ഇന്ദ്രിയജനിത അനുഭവ ഉൽപ്പന്ന വാസന ഉത്ബുദ്ധമാകുന്നതിനെ തിരിച്ചറിഞ്ഞാൽ ജീവിതം കാണാനും അനുഭവിക്കാനും സുഖമാണ്. ഇന്ദ്രിയജനിത അനുഭവ ഉൽപ്പന്ന വാസനയുടെ ഉത്ബുദ്ധതയിലാണ് സ്വപ്നങ്ങൾ മുഴുവൻ. എല്ലാ സ്വപ്നവും ഇന്ദ്രിയജനിത അനുഭവങ്ങൾ ഉൽപ്പന്നമാക്കുന്ന വാസനകൾ ഉത്ബുദ്ധങ്ങളാകുമ്പോഴാണ്. രോഗങ്ങളെല്ലാം വരുന്നത് അങ്ങനെയാണ്. രോഗത്തിന് മരുന്ന് വേണ്ട. ഇന്ദ്രിയജനിത അനുഭവങ്ങൾ വാസനകളെ കൊണ്ടുവരുന്ന ബീജം തിരിച്ചറിഞ്ഞ് 10 മിനിറ്റ് ഇരുന്നാൽ ഏതു രോഗവും ശരീരത്തിൽ നിന്ന് വിട്ടൊഴിഞ്ഞു പോകും. ഇത് അറിഞ്ഞു കളയലാണ്. അറിയാതെ ഇത് പോകുന്നൊരു പ്രക്രിയയുണ്ട്. ഇന്ദ്രിയജനിതങ്ങളായ അനുഭവങ്ങളുണ്ടാക്കുന്ന ഉത്ബുദ്ധ വാസനകൾ രോഗങ്ങളായി പരിണമിക്കുമ്പോൾ അതിന് വിപരീതമായൊരു ഉത്ബുദ്ധ വാസന അപ്പുറത്തിതിലും പ്രബലമായി വന്നാൽ രോഗത്തെ മറന്നുപോകും. മനസ്സിലായില്ല? അങ്ങനെ മറന്നു കുറച്ചു കാലം നിന്നാൽ പിന്നെ രോഗമില്ല. ഇന്ദ്രിയജനിത അനുഭവ ഉൽപ്പന്ന വാസനകൾ ഉത്ബുദ്ധങ്ങളാകുമ്പോൾ അച്ഛൻ്റെ രോഗം, അമ്മയുടെ രോഗം, പൂർവജന്മത്തിൽ കണ്ട രോഗം, കേട്ട രോഗം, മഹാന്മാർക്ക് വന്ന രോഗമൊക്കെ മമത കൊണ്ട് വാസനകൾ ഉത്ബുദ്ധങ്ങളായി താൻ സ്വീകരിക്കുമ്പോൾ അതിനേക്കാൾ ഉത്തരവാദിത്തമുള്ള വാസന വേറൊരു കർമ്മത്തിലേക്ക് മനസ്സിനെ തിരിച്ചുവിടുകയാണെങ്കിൽ ഇതിനെ താലോലിക്കാൻ നേരം കിട്ടില്ല. മനസ്സിലായില്ല? ഇപ്പം രോഗം പോവും. ഇത് നിങ്ങൾക്ക് എല്ലാ അനുഭവമുള്ള. ഇത് താലോലിക്കാൻ നേരം കിട്ടിയാൽ മാത്രമാണ് ഇവനങ്ങ് പ്രബലമാകുന്നത്. ഇത് താലോലിക്കും തോറും പ്രബലമാകും. മുട്ടിന് വേദന എന്ന് പറഞ്ഞില്ലേ? മനസ്സിലായില്ല? ഇപ്പം രണ്ടുപേരും താലോലിക്കുകയും നമ്മളതിനെ താലോലിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് തടവിയൊക്കെ നോക്കും. നേരെ കുറച്ച് അതിലും ഉത്തരവാദിത്തമുള്ള പണിയുണ്ടെങ്കിൽ എപ്പോഴോ ഈ മുട്ടുവേദന വന്നു, എപ്പോഴോ ഇത് പോയി, അത്രയേ ഉള്ളൂ. പഴയ കാലത്ത് അതിന് സാധ്യത വളരെ കൂടുതലാണ്. അത്രയേറെ പണികളുണ്ടായിരുന്നു. ഇന്നിത് രോഗമാകാൻ സാധ്യത കൂടുതലാണ്, പണിയില്ല. ശരിയല്ല?
പിന്നെ ഇന്ന് പരസ്പരം അംഗീകാരവുമില്ല. 10 പ്രാവശ്യം കുനിയുകയും നിവരുകയും ചെയ്ത് ഇതെല്ലാം വെച്ചു കൊടുക്കുമ്പോൾ ഇത് നന്നായി നീ കൊശവനൊന്ന് പറഞ്ഞാൽ ഈ വേദന വരാതിരിക്കും. മനസ്സിലായില്ല? ഞാൻ എത്ര നേരമായി കിടന്ന് കഷ്ടപ്പെടുന്നു, എന്നാൽ ഒന്നൊന്ന് വെള്ളം കോരിത്തരാമെന്നൊന്ന് പറഞ്ഞാൽ മതി. പറയില്ല, അവിടെ ഇരിക്കുകയാണ് അരകല്ലിന് കാറ്റ് പിടിച്ച പോലെ. ശരിയല്ല? തേങ്ങ എടുത്താൽ മതി, നിങ്ങൾ തിരുമ്മണ്ട, ഞാൻ തിരുമ്മിക്കോളാം. കാരണം തിരുമ്മിയാൽ ഗതികേടാകും. കാരണം വെച്ചാൽ അവിടെ മുഴുവൻ കുളമാകും, പിന്നെ തൂത്തു വരാൻ ഇരട്ടി പണിയാവും. ശരിയല്ല? അതുകൊണ്ട് നിങ്ങൾ പണിയൊന്നും എടുക്കണ്ട, ചോദിച്ചാൽ മതി. ഒരു വാക്ക് സ്നേഹമായി പറഞ്ഞാൽ മതി. ഇതൊന്നും വേണ്ട, ഇതങ്ങ് കൊണ്ട കൊടുക്കുമ്പോൾ ഇതിന് കുറ്റം പറയാതെ അങ്ങ് തിന്നാൽ മതി. ശരിയല്ല? ഇങ്ങനെയൊന്നും അല്ല നിങ്ങളുടെ ആരുടെയും കാര്യം. നിങ്ങൾ പലരും പോരുമ്പോൾ നടുവേദന, കാലുവേദന, കൈവേദനയൊക്കെയാണ്. ഇതുപോലുള്ള രംഗത്തെത്തിക്കഴിഞ്ഞാൽ ഈ നടുവേദനയും കാലുവേദനയൊക്കെ അങ്ങ് പോവുകയാണ്. ഞാൻ ചിലരൊക്കെ നടക്കുന്നതൊക്കെ നോക്കി, വീട്ടിൽ നടക്കുന്ന പോലല്ല. വീട്ടിലാകുമ്പോൾ മുട്ട കയ്യൊക്കെ കൊടുത്ത് പിള്ളേരുടെ മുമ്പിൽ നടക്കുന്ന ചില അമ്മമാരൊക്കെ ഇപ്പോൾ ഇവിടെ വന്നിട്ട് അങ്ങനെ നല്ലപോലെ ചെത്ത് സ്റ്റൈലിൽ രാവിലെ ഇറങ്ങി നടക്കുകയാണ്. ചിലർ കുളത്തിൽ പോയി കുളിച്ചു എന്ന് തോന്നുന്നു. ചിലർ രാവിലെയൊക്കെ നടക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ആലോചിച്ചു, ദൈവമേ ഇതൊക്കെ ഇവിടെ തന്നെ ഉള്ളതാണോ? ഇവരെയൊക്കെ എനിക്ക് പരിചയമുണ്ട്. അപ്പം ഇതിൻ്റെ കാരണം അതാണ്. വളരെ വയസ്സായവർ വരെ ചെറുപ്പക്കാരെ പോലെ ഓടി നടക്കുകയാണ് ക്ലാസ്സിലെത്തിയപ്പം. വീട്ടിലാണെങ്കിൽ എന്തെല്ലാം ജാടകളാണ്. ഇതിൻ്റെ കാരണം ഇതാണ്. അപ്പം അതുകൊണ്ട് ജീവിതം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് കാണാം. ഇന്ദ്രിയജനിത അനുഭവ ഉൽപ്പന്ന വാസന ഉത്ബുദ്ധം, അത് സൂക്ഷ്മ ശരീരം. ഇന്ദ്രിയജനിത അനുഭവ ഉൽപ്പന്ന വാസന അനുൽബുദ്ധം, അത് കാരണ ശരീരം. അപ്പം ഇങ്ങനെ വാസന 3. ഈ 3 വാസനകളെ ആസ്പദമാക്കിയാണ് ജാഗ്രത്തും സ്വപ്നവും സുഷുപ്തിയും. ജാഗ്രത്തും സ്വപ്നവും സുഷുപ്തിയുമാണ് ഈ സംസാരം. ഇല്ല, വേറെ സംസാരമില്ല. എൻ്റെ ലോകം എൻ്റെ ജാഗ്രത്തും എൻ്റെ സ്വപ്നവുമാണ്. അതിനപ്പുറത്തൊന്നും എനിക്കറിയില്ല. കുറേ കാര്യങ്ങൾ എൻ്റെ ജാഗ്രത്തിൽ കാണുന്നതാണ്, കുറേ എൻ്റെ സ്വപ്നമാണ്. അമേരിക്കയും ഇംഗ്ലണ്ടും ക്രിക്കറ്റുമൊക്കെ സ്വപ്നത്തില, അല്ലാതെ ഞാൻ കളിക്കാനൊന്നും പോകുന്നില്ല. മനസ്സിലായില്ല? ശരിയല്ലേ? സ്വപ്നത്തിലാണ്. സ്വപ്നത്തിന് ജാഗ്രത്തിനേക്കാൾ ശക്തി കൂടും. അതുകൊണ്ടാണ് നിങ്ങളുടെ നാട്ടിലൊക്കെ ക്രിക്കറ്റ് വരുന്നു എന്ന് കേട്ടപ്പോൾ നിങ്ങളുടെ കേബിൾ വിഷൻകാരൊക്കെ 100 ചാനലും നിങ്ങൾക്ക് ഡിജിറ്റലായിട്ട് കിട്ടത്തക്ക വിധത്തിലുള്ള ഉപകരണമൊക്കെ ആയിട്ട് ഒക്കെ റെഡിയാക്കി വെച്ചു. ഒരു 4000 രൂപയ്ക്ക് ഏഷ്യാനെറ്റും ഒക്കെ. കാരണം ക്രിക്കറ്റ് ഉണ്ടെങ്കിൽ നന്നായി കാണാമെന്ന് പറഞ്ഞ് വരാൻ വേണ്ടിയാണ് വെച്ചത്. അല്ലേ? ശരിയല്ല? പക്ഷേ ഈ തല്ലിപ്പൊളികൾ നമ്മളെ ചതിക്കുമെന്ന് അവർ സ്വപ്നേ വിചാരിച്ചില്ല. ഇന്ത്യക്കാരന് ക്രിക്കറ്റ് കളി ഇഷ്ടമല്ല, അവന് ക്രിക്കറ്റ് കാണാൻ ക്രിക്കറ്റ് അറിയില്ല. ക്രിക്കറ്റ് അവൻ കണ്ടത് ഒരു യുദ്ധമെന്ന നിലയിൽ മാത്രമാണെന്ന് ഇത്തവണയാണ് ബോധ്യപ്പെട്ടത്. കളിയാണെങ്കിൽ ഇപ്പോഴും കളി നടപ്പുണ്ട്, ഒരാരവുമില്ല, ഒരുത്തനും ടി വിയുടെ മുമ്പിലില്ല. പക്ഷെ സകല വല്യമ്മയും വല്യപ്പനും എല്ലാം ഇതിൻ്റെ മുമ്പിലായിരുന്നു. കളി അറിഞ്ഞിട്ടല്ല പോയിരുന്നത്. തോൽവിയും ജയവും ഹരം പിടിപ്പിച്ചിട്ടാണ് പോയിരുന്നത്. കളിക്കാണെങ്കിൽ ഇപ്പോഴായിരിക്കണ്ട, നല്ല കളി ഇപ്പോഴാണ് കളിക്കുന്നത്. മനസ്സിലായില്ല? അയർലൻഡിലെ ഒരു ബാറ്റ്സ്മാൻ ഉണ്ട്, അവൻ്റെ കവർ ഡ്രൈവുകളും മറ്റുമൊക്കെ സൂപ്പർബാണ്. ഒരുത്തനും കാണാനിരിക്കുന്നില്ല, കാരണം ഇവൻ കളിയല്ല കണ്ടത്. മനസ്സിലായില്ല? പിടികിട്ടിയില്ല. ലോകത്തെങ്ങും ഇപ്പോൾ കളി കാണുന്നില്ല. ഇന്ത്യ തോറ്റു, മാർക്കറ്റും ഔട്ടായി, കാശ് പോയി. അപ്പോൾ സ്വപ്നത്തിലാണ് അത് കാണുന്നത്. ഇപ്പോൾ സൂക്ഷ്മ ശരീരത്തിലാണത് കാണുന്നത്.
ഇവിടെ ഇരിക്കുന്ന ഒരു തന്ത മകനെ അമേരിക്കയിൽ വിട്ട് അവിടുന്ന് കാശ് വരുന്നതിനെ കാണുന്നത് സ്വപ്നത്തിലാണ്. ശരിയല്ല. അതിന് പഠിക്കാൻ വിടുന്നതും സ്വപ്നത്തിലാണ്. അപ്പോൾ ജാഗ്രത്തിൻ്റെ ലോകം, സ്വപ്നത്തിൻ്റെ ലോകം, ഗാഢമായ സുഷുപ്തിയിൽ ഈ ബീജങ്ങളെല്ലാം ഉണ്ട്. സ്വപ്നവും ജാഗ്രത്തുമാകുന്ന ഇത് മൂന്നുമാണ് ലോകം. ഇത് മൂന്നും ഉളവാക്കുന്നത് വാസനയാണ്. ഇന്ദ്രിയജനിത അനുഭവവും ഇന്ദ്രിയജനിത അനുഭവങ്ങളുടെ പേരിലുണ്ടാകുന്ന വാസനകളുടെ ഉത്ബുദ്ധതയും വാസനകളുടെ അനുദ്ബുദ്ധതയും ചേർന്നതാണ് ഈ ലോകം. അല്ലാതെ ലോകമില്ല. ആ ലോകം, ആ സംസാരം വാസന തന്നെയാണ് എന്നറിഞ്ഞിട്ട് ആ വാസനകളെയെല്ലാം ഉപേക്ഷിക്കൂ. ഇന്ദ്രിയങ്ങളും വിഷയങ്ങളും തമ്മിലുള്ള അനുഭവങ്ങൾ വാസനകളായി പരിണമിക്കാൻ അനുവദിക്കാതിരിക്കൂ. നിനക്ക് ലോകം ചുരുങ്ങും, ശാന്തി കൂടും. ലൗകികങ്ങളായ വിഷയങ്ങളെ അനുമിച്ചും പഠിച്ചും വാസനകളെ കൂട്ടുമ്പോൾ നീ അസ്വസ്ഥനാവും. നിന്നെ നീ അറിഞ്ഞാൽ സ്വസ്ഥനാവും. ലോകത്തെ എത്ര അറിയുന്നു അത്ര അസ്വസ്ഥത കൂടും. ഓരോ ദിവസവും പത്രം വായിച്ചാൽ അസ്വസ്ഥമാവും. ലോകം മുഴുവൻ വാസനാമയമാണ്. അതുകൊണ്ട് ആ വാസനയെ നീ ഉപേക്ഷിക്കൂ. വാസനാത്യാഗാത്, വാസനകളുടെ ത്യാഗം കൊണ്ട്, തത്യാഗ, പ്രപഞ്ചത്തിൻ്റെ ത്യാഗം, ഈ ലോകത്തിൻ്റെ ത്യാഗം ഭവതി ഭവിക്കുന്നു. ഇപ്പം ലോകം ത്യജിക്കുക എന്നാൽ വാസന ത്യജിച്ചാൽ മതി. അല്ല, വസ്തുക്കളൊന്നും കളയണ്ട. വസ്തുക്കളെടുത്ത് ത്യജിച്ചാൽ വാസന ത്യജിച്ചിട്ടില്ലെങ്കിൽ ദുഃഖം ഉണ്ടാവും. അതാണ് ഈ തന്തയും തള്ളയൊക്കെ ചിലപ്പം 50 വയസ്സിലോ 60 വയസ്സിലോ ഒക്കെ എത്തുമ്പോൾ മക്കൾക്ക് ഭാഗം ചെയ്ത് കൊടുക്കും. ഭാഗം ചെയ്ത് കൊടുക്കുന്ന സമയത്ത് തന്തയും തള്ളയും പറയും, എൻ്റെ മക്കളല്ലേ, കുഴപ്പമൊന്നുമില്ല, എനിക്ക് വേറെ വീതമൊന്നും വേണ്ട. ചില തന്തയും തള്ളയൊന്നും അങ്ങനെയല്ല. എല്ലാത്തിൻ്റെയും മേലാദായം നമ്മുടെ പേരിലായിരിക്കും. മക്കളും വളരെ മിടുക്കന്മാരാണ്. ഈ മേലാദായം മുഴുവൻ തന്തയ്ക്കാണെന്ന് പറയുമ്പോൾ അവനൊക്കെ ഒരു കാര്യം ചെയ്യും, തെങ്ങൊക്കെ അങ്ങ് വെട്ടും, എന്നിട്ട് അവിടെയൊക്കെ കപ്പയിടും. കീഴാദായമാണ്. ചേനയും കപ്പയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ മേലാദായം ഇതിൻ്റെ തലവെട്ടി കൊടുത്താൽ മതി, ചേനപ്പിണ്ടി കൊടുത്താൽ മതി. മനസ്സിലായില്ല? മക്കൾ മോശമൊന്നുമല്ല, ഇവൻ്റെ തന്നെ മക്കളാണ്. അപ്പോൾ ചില തന്തയത്തള്ളേ അങ്ങനെയല്ല, ഉള്ളതൊക്കെ നേരത്തെ ഞാൻ കൊടുക്കും. കൊടുത്തു കഴിഞ്ഞാൽ വാസന ത്യജിച്ചിട്ടുണ്ടാവില്ല. ഈ വാസന ത്യജിച്ചിട്ടില്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്നവരോടൊക്കെ പറയും, ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയതാണ്, ഞാൻ കൊടുത്തതാണ്. ഭാര്യ പറയും, നിങ്ങളുടെ തള്ളയുടെ വർത്തമാനം കേട്ട് എനിക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട്. മനുഷ്യ ഒരുമാതിരി ആണിനെ പോലെ പെരുമാറ്. അതുകൊണ്ടൊരു കാര്യം ചെയ്യും, ഇപ്പം ഇതെല്ലാം എഴുതി കിട്ടിയില്ലേ, വിൽക്ക്. എങ്ങനെയെങ്കിലും ഇവളിത് വിൽപ്പിക്കും. എന്നിട്ട് ഇവനെ കൊണ്ട് വേറൊരു വസ്തു മേടിപ്പിക്കും. പിന്നെ തള്ള എവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇത് ഞാൻ കൊടുത്താണെന്ന് പറയാൻ പറ്റുമല്ലോ. എന്നിട്ടാണ് ഇവരെ വിരട്ടുന്നത്. ഇപ്പോൾ ഗവൺമെൻറ് പുതിയ നിയമം കൊണ്ടുവരാൻ പോവുകയാണ്. അങ്ങനെ കൊടുത്തത് വല്ലതും ഉണ്ടെങ്കിൽ അത് തിരിച്ചു വാങ്ങിക്കാൻ. പിന്നെ വയസ്സായവർക്ക് പുതിയ നിയമം, ബില്ലൊക്കെ മാറ്റി എഴുതാനും തിരിച്ചു വാങ്ങിക്കാനും ഒക്കെ നിയമം വരാൻ പോവുകയാണ്. കേട്ടില്ല? പാർലമെൻറ്റിൽ നിയമമാക്കാൻ പോവുകയാണ്. കേട്ടിട്ടില്ല? കേട്ടില്ല? മക്കൾക്ക് ഇനി പറ്റിക്കാനൊന്നും പറ്റില്ല. മക്കൾക്ക് കൊടുത്ത സാധനം വീണ്ടും വേറെ വല്ലവർക്കും കൊടുക്കാം.
ഇപ്പം ചുരുക്കത്തിൽ നേരത്തെ പോയി വല്ല ഓൾഡ് ഏജ് ഹോമിലോ പള്ളിയിലോ ആശ്രമത്തിലോ ഒക്കെ പോയി താമസിക്കുന്ന വൃദ്ധന്മാർ വീട്ടിലുണ്ടെങ്കിൽ വേഗം പിടിച്ചുകൊണ്ട് വന്നോളുക. ഇല്ലെങ്കിൽ അവരത് അവിടെ എഴുതി കൊടുത്താൽ നിങ്ങൾ കുത്തുവാള എടുത്ത് വഴി കൂടെ നടക്കേണ്ടി വരും. പുതിയ നിയമം അതിനുവേണ്ടി തന്നെയാണ്. സാമൂഹ്യ സംഘടനകൾ പരിപാലിക്കുന്ന അച്ഛനമ്മമാർക്ക് മക്കൾക്ക് വല്ലതും കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്നേഹം കിട്ടുന്നില്ലെങ്കിൽ സ്വത്തൊക്കെ അവർക്ക് എഴുതി കൊടുക്കാം. ഇവനെ കുത്തുവാള എടുപ്പിച്ച് പോകാം. അത് കേട്ടില്ല? എന്നാൽ അങ്ങനെ ഒരെണ്ണമുണ്ട്. അതുകൊണ്ട് വേഗം വിളിച്ചുകൊണ്ട് പോകുന്നുള്ളൂ നിയമമാക്കുന്നതിന് മുമ്പേ. അപ്പോൾ വാസന വിടാതെ ത്യജിച്ചാൽ ത്യാഗാവില്ല. അപ്പോൾ പ്രപഞ്ചം ഇല്ലാതാകാൻ, പ്രപഞ്ചത്തെ ത്യജിക്കാൻ വാസന ത്യജിച്ചാൽ മതി. പ്രപഞ്ചം ത്യജിക്കണ്ട, അതവിടെ ഇരുന്നോട്ടെ. ഇതിവിടെ ഇരുന്നു എന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇതെൻ്റെയാണ് എന്ന വാസന അത് പോയാൽ മതി. അതവിടെ ഇരുന്നാലും ഇരുന്നില്ലെങ്കിലും കുഴപ്പമില്ല. ഇപ്പം ഈ ലോകത്തോടുള്ള ബന്ധം വാസനാമയമാണ്. വാസനാത്യാഗം കൊണ്ട് പ്രപഞ്ചത്യാഗമുണ്ടാകും, ഭവിക്കുന്നു. ഇപ്പോൾ അപ്പോൾ യഥാസ്ഥിതി എങ്ങനെ നിൽക്കുന്നു, തഥാസ്ഥിതി അങ്ങനെ എന്നും നിൽക്കും. അപ്പം ഇങ്ങനെ വാസനയെ ത്യജിച്ചാൽ, വാസന തന്നെ സംസാരമെന്നറിഞ്ഞ് ആ വാസനകളെല്ലാം നീ വെടിയുക. വാസനാത്യാഗം കൊണ്ട് പ്രപഞ്ചത്യാഗമായി, പ്രപഞ്ചം തെക്തമായി. അപ്പോൾ എങ്ങനെയെന്നാൽ അങ്ങനെ വാഴാം. എങ്ങനെ നീ വാസനയെ ത്യജിക്കുന്നുവോ അങ്ങനെ ആനന്ദിക്കാം. വാസന ത്യജിക്കാതെ ആനന്ദിക്കാനാവില്ല. ഇങ്ങനെ വാസനാത്യാഗമാണ് അനാസക്തി എന്ന് അനാസക്തിയെ കുറിക്കുന്ന ഈ അധ്യായം കഴിഞ്ഞു. അടുത്ത അധ്യായം 10. എത്ര മണി വരെയാണ് നിങ്ങളുടെ ഈ സെഷൻ? അപ്പം 3 മാറ്റമാവും. അപ്പം 3 മാറ്റമാവും. നോട്ടീസിലൊന്ന്, നിങ്ങളുടെ സൗകര്യത്തിലൊന്ന്, ഇനി ഓഡിയൻസിൻ്റെ സൗകര്യത്തിൽ വേറൊന്ന്. ഒരു നിയതമായ രൂപമായാൽ നന്നായി. അല്ല, നിങ്ങൾ എങ്ങനെയാണ് നമുക്ക് എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടതെന്ന് ഓരോ ക്ലാസ്സും അങ്ങ് തീരുമാനിച്ചാൽ, ഇപ്പം നിങ്ങൾ വെച്ച അതെ മാറ്റിയ നിലയ്ക്ക് അതൊന്ന് ഇവർക്കും നിങ്ങൾക്കും കൂടെ സൗകര്യമായിട്ട് വന്നാൽ എല്ലാവരും ഇരിക്കുക. ഇത് കഴിഞ്ഞിട്ട് എഴുന്നേൽക്കുക. കാരണം അതിൻ്റെ രീതിക്കനുസരിച്ചായാൽ എളുപ്പമായി. ഇപ്പം എത്രയായി?